ചൈനീസ് വെജ് മെഴുക്ക് പുരട്ടി. ചൈനീസ് എന്നിട്ട് വെറുതെയാണ്, ഒരു അടിപൊളി മെഴുക്ക് പുരട്ടിയാണിത്. ഇതിനുണ്ടാക്കാൻ ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളകും പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വെന്ത് വന്നാൽ അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വന്നാൽ നമുക്കതിലേക്ക് ബാക്കിയുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുത്ത് വേവിപ്പിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇത് വേവിപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് വേവിപ്പിച്ചെടുക്കാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാ പാകത്തെത്തുന്ന രീതിയിൽ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇത് മൂടി വെച്ചൊന്ന് വേവിപ്പിക്കാം. മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിപ്പിച്ചെടുക്കണം. വെന്ത് വന്നാൽ നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചും കൂടി ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്. ചൈനീസ് ടൈപ്പ് ആണല്ലോ, അതിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് സോസസ് ആഡ് ചെയ്യണം. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റിക്കണം. അതിന് മുമ്പേ അതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലുണ്ട്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് സോസസ് ആഡ് ചെയ്യാം. അത് ഞാൻ ആഡ് ചെയ്തത് റെഡ് ചില്ലി സോസാണ്. പിന്നെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കുറച്ചേശിയാണ് ആഡ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റി കുറവാണ്. പിന്നെ കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോസ് ഈ വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചൈനീസ് വെജ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ച മെയിൻ ഇൻഗ്രീഡിയൻസ് ക്യാരറ്റും ബീൻസും ആണ്, വെജിറ്റബിൾസായി ഉപയോഗിച്ചത്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ്. ഫ്രൈഡ് റൈസും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.